Dear students, today we are talking about principles of digital marketing, digital marketing versus traditional marketing and the features of digital marketing. Firstly, what is digital marketing? As already studied, digital marketing is the component of marketing that utilize internet and online based digital technologies such as desktop, computer, mobile phone and other digital media to promote product and services. Product and services promote ചെയ്യാൻ വേണ്ടി ICT യൂസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് യൂസസ് ദ ഇന്റർനെറ്റ് ടു റീച്ച് ദി consumers. Then and it is a broad field and it include attracting customers through email, content marketing, search platform, social media and more. Then this is the meaning of digital marketing, that is use of internet to promote product or services or to reach the consumers. Then principles of digital marketing. Mainly, there are three principles on which the digital marketing is relied. The first one, immediacy. Immediacy means speed. The web changes at a great speed. To catch the favor and attention of online customers, business must respond to online message and interact with communities as quickly as possible. ദെൻ ഒരു ഓൺലൈൻ കസ്റ്റമേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവർ എപ്പോഴാണ് അവർ ഓൺലൈനായിട്ട് മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇമ്മീഡിയസി. ദ സെക്കൻഡ് വൺ ഈസ് പേഴ്സണലൈസേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ വിത്തൗട്ട് പേഴ്സണലൈസേഷൻ ഓഫ് customers. That means personal attention is very important in the case of digital marketing. Therefore, it is essential to use the wealth of personal information available online to the benefit of the business by targeting the relevant people precisely and പേഴ്സണലി. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ കസ്റ്റമേഴ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുക, അല്ലെ ആഡുകൾ ഡിസൈൻ ചെയ്യുക, അങ്ങനെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പേഴ്സണലൈസേഷൻ. ദാറ്റ് മീൻസ് ദ നീഡ് ഓഫ് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഷുഡ് ബി അഡ്രസ്ഡ് പേഴ്സണലി. ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടായിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. Then relevance. Communication online must be interesting and relevant to the reader. Otherwise, it will simply be ignored. ഓൺലൈനിൽ കാണുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, റെലവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബി ഇഗ്നോർഡ്. അതെന്ത് ചെയ്യും, ആ ഓൺലൈൻ യൂസേഴ്സ് അത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരുപാട്. അതേപോലെ തന്നെ വെബ് കണ്ടെയ്ൻസ് അബാൻഡൻസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കോമ്പീറ്റിംഗ് വെരി മച്ച് ടു ക്യാപ്ചർ ഓഡിയൻസ് അറ്റൻഷൻസ്. ഒരുപാട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഷോർട്ടായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതും വളരെ ഓവർലോഡ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതും ഏതായിരിക്കും കൂടുതൽ ക്യാച്ച് ചെയ്യുന്നത്, ഷോർട്ടായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഓൺലൈനിലൂടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ദിസ് ഈസ് ദ ത്രീ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദേ ആർ ഇമ്മീഡിയസി, പേഴ്സണലൈസേഷൻ ആൻഡ് റെലവൻസ്. Okay, then next one, digital marketing versus traditional marketing. This is the basis of difference between digital marketing and traditional marketing. First base is interactivity. Digital marketing facilitate conversation between companies and consumers. With a two-way communication channel, company can collect the response of their consumers online, making them more dynamic and adaptive. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു മാർക്കറ്റർക്ക് കൺസ്യൂമറായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാക്കാൻ സാധിക്കുന്നു, ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ദ സ്കോപ്പ് ഓഫ് ഇൻട്രാക്ടിവിറ്റി ഈസ് ലെസ്.
മാർക്കറ്റർക്ക് ഈ പറയുന്ന ഒരു കസ്റ്റമറായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനോ അതനുസരിച്ച് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്. ദെൻ ഇമ്മീഡിയസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്പീഡാണ് എന്ന് പറഞ്ഞു. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ടേക്ക് മോർ ടൈം ടു ഗോ ഫ്രം എ കോൺസെപ്റ്റ് ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഗോസ് ത്രൂ ന്യൂമറസ് സ്റ്റെപ്സ് ഈച്ച് ടേക്ക് സം ടൈംസ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരു കോൺസെപ്റ്റിൽ നിന്നും അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവണമെങ്കിൽ എന്തെടുക്കുന്നു? ഒരുപാട് ടൈം എടുക്കുന്നു, ഒരുപാട് സമയം കടന്നുപോയി, ഒരുപാട് സ്റ്റെപ്പിലൂടെ മാത്രമേ അവിടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു കസ്റ്റമേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനും ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് എന്ത് വേണ്ടി വരുന്നു? സമയം വേണ്ടി വരും. ഓൺ ദി അതർ ഹാൻഡ്, ഈവൻ ദോ സ്റ്റിൽ ടേക്ക് ടൈം ഫോർ ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് കണ്ടന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടേക്സ് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റ് ടൈം. ഒരു കുറച്ച് സമയം മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഈ പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനും പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനും വരുന്നുള്ളൂ. ഇമ്മീഡിയസി, വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഇമ്മീഡിയസി. ദെൻ ദ തേർഡ് വൺ, കോസ്റ്റ്. എവറി ബിസിനസ് സ്ട്രാറ്റജി ഇൻവോൾവ്സ് കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ബോത്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ഏത് മാർക്കറ്റിങ്ങിലാണെങ്കിലും കോസ്റ്റ് ഉണ്ടാവും, പക്ഷെ കമ്പാരിറ്റീവ്ലി ലെസ് ഏതിനാണ് എന്നാണ് ഇവിടെ ഡിഫറൻസ് പറയുന്നത്. However, there are some difference in the cost in digital marketing and traditional marketing. Traditional marketing promote the product through newspaper, radio, television, etc. etc. This marketing strategy is spending huge amount to keep the promotion activities. അല്ലേ, പത്രത്തിലൂടെ പരസ്യം കൊടുക്കാനും അല്ലെങ്കിൽ റേഡിയോയിലെ പരസ്യം കൊടുക്കാനൊക്കെ ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാൻ ഓൾസോ ക്യാരി എ കോസ്റ്റ്, ബട്ട് ദർ ആർ ന്യൂമറസ് ഓൺലൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് ആർ വെർച്വലി ഫ്രീ. ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരുപാട് വെർച്വലി ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ കോസ്റ്റ് ലെസ് എന്ന് പറയുന്ന ഏതാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദെൻ കവറേജ്. Then in traditional marketing, coverage of product will be printed on paper media or aired on television and radio. എങ്ങനെയാണ് കവറേജ് കിട്ടുന്നത്? പ്രിന്റഡ് മീഡിയയിലൂടെ പബ്ലിസിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ റേഡിയോയിലൂടെ പബ്ലിസിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കവറേജ് എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷനാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് എന്ത് ചെയ്യപ്പെടുന്നു? നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ മാറ്റി വയ്ക്കുന്നു, നമ്മൾ പിന്നെ അത് എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. പക്ഷേ ഓൺലൈനിൽ അങ്ങനെയല്ല. ദ കവറേജ് വിൽ ബി ഓൾവേസ് ദർ ഫോർ ലൈക്ക് ഫോർ എവർ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓൺലൈനിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കവറേജ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എപ്പോൾ ആവശ്യമുള്ളപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കവറേജ്, പ്രോഡക്റ്റിൻ്റെ കവറേജ് കൂടുതൽ കിട്ടുന്ന ഏതിനാണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. ദെൻ ഓഡിയൻസ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഓഡിയൻസ് ആരാണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓഡിയൻസ് ആരാണ് എന്നാണ് പറയുന്നത്. ആരായിരിക്കും ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് മോർ ഇഫക്റ്റീവ് ഫോർ കസ്റ്റമേഴ്സ് വിച്ച് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും ഈ ഒരു നവേഡേയ്സ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അത് സീനിയർ സിറ്റിസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പ് ആയിരിക്കാം. അവരൊക്കെയാണ് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, പീപ്പിൾ ഹു ആർ നെവർ വിത്തൗട്ട് ഇൻ്റർനെറ്റ് ഇൻ ദയർ റീച്ച്, സച്ച് ആസ് ടീനേജേഴ്സ് ആൻഡ് ബിസിനസ്മെൻ, ആർ ദ ഓഡിയൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു ഇൻ്റർനെറ്റ് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ടീനേജേഴ്സ്, ബിസിനസ്മാനൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ്ലി, ട്രാക്കിംഗ്. It is difficult to keep track of traditional marketing strategy. We need to put a lot of effort and time consuming research to get information how customer behavior against our product. ഒരു പ്രോഡക്റ്റിൻ്റെ ട്രാക്കിംഗ് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ ഈ പറയുന്ന ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ഈസി ഇൻ ദ കേസ് ഓഫ് ഡിജിറ്റൽ marketing. Email marketing software can easily tally the number of people who view our message. എത്ര പേര് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, എത്ര പേര് അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വളരെ ഈസിയാണ്. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഓക്കെ,
Then next one, features of digital marketing. These are the some features of digital marketing. First one, branding. Digital marketing provides great opportunity to build a brand image on the web due to their scope, presence and constant update. പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നല്ലപോലെ എന്താ പറയുക എല്ലാവരുടെയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഏത് സഹായിക്കുന്നു? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. അതെന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സ്കോപ്പ് കൊണ്ടായിരിക്കാം, കവറേജ് കൊണ്ടായിരിക്കാം അല്ലെ. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒന്നാണ് അറ്റ് പ്രസൻറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ കംപ്ലീറ്റ്നെസ്. ദ പോസിബിലിറ്റി ടു ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ത്രൂ ലിങ്ക്സ് offer consumers to the chance to approach the organization in a wider and customized way. അതായത് ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെ കൺസ്യൂമേഴ്സിന് ഡിസിമിനേറ്റ് ചെയ്യാനും അവർക്ക് ഓർഗനൈസേഷനുമായിട്ട് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാനും അവരുടെ നീഡ് വളരെ പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യാനും ഏതിലൂടെ സഹായിക്കുന്നു? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സാധിക്കുന്നു. Then functionality. It offers simple and a user-friendly platform for all in order to improve user experience and allow for their activities. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അവർക്ക് വളരെ പെട്ടെന്ന് അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് അവരുടെ നീഡ് എന്ത് ചെയ്യാൻ സാധിക്കും? സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. ഇൻ്ററാക്ടിവിറ്റി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർക്കറ്റർ ആൻഡ് customer. Then visual communication. Digital marketing offers marketers different image and audio based tools. This is an attractive way of reaching audience. മാർക്കറ്ററുടെ പ്രോഡക്റ്റിനെ കുറിച്ചും മാർക്കറ്ററെ കുറിച്ചും ഒരു പലതരത്തിലുള്ള ഇമേജസും വീഡിയോസൊക്കെ ഏതിലൂടെ അവൈലബിൾ ആണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ആരെ റീച്ച് ചെയ്യുന്നു? ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ relevant advertising. Easy segmentation and the customization of advertising in internet maximize the output. നമ്മൾ പറഞ്ഞിരുന്നു റെലവൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടായിരിക്കണം അഡ്വർടൈസ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ദെൻ കമ്മ്യൂണിറ്റി കണക്ഷൻ. ഇൻ്റർനെറ്റ് ഈസ് എ യൂണീക്ക് ഓപ്പർച്യൂണിറ്റി ടു കണക്ട് ഓർഗനൈസേഷൻ വിത്ത് ദെയർ ഓഡിയൻസ് ആൻഡ് യൂസർ എമംഗ് ദംസെൽസ്. ഓർഗനൈസേഷനെയും അതേപോലെ തന്നെ അവരുടെ ഓഡിയൻസിനെയും നേരത്തെ പറഞ്ഞ അവരുടെ ഒരു കൺസ്യൂമേഴ്സിനെയും ടാർഗറ്റ് കൺസ്യൂമേഴ്സിനെയും അവരെയൊക്കെ കണക്ട് ചെയ്യാൻ ഏത് സഹായിക്കുന്നു? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. ദെൻ വൈറാലിറ്റി. വൈറലാവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് മറ്റുള്ള ഒരു മാസിലേക്ക് എത്തിക്കാൻ നമ്മൾ ഏത് സഹായിക്കുന്നു? ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നു. ദെൻ ടേക്കിംഗ് ദ മോഡൽ ഓഫ് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ. വൈറൽ കമ്മ്യൂണിക്കേഷൻ ബിക്കം more relevant due to connectivity, speed and sharing of online platform that enhance the distribution of content. ഒരു വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷനേക്കാൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ ഡിസിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ്ലി മെഷറിംഗ് output. Online platform rank first in the availability of follow-up option and the possibility to assess the output. Follow-up option നടത്തുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ടിനെ അസസ് ചെയ്യുന്നതിലും എങ്ങനെയാണ് കസ്റ്റമേഴ്സ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ആ കാര്യം അസസ് ചെയ്യുന്നതിലും നമ്പർ 1 ആണ് ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, താങ്ക് യു.